ചിതറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട വഞ്ചിയോട്, നാട്ടുകൽ, കൊച്ചരിപ്പ, ഇടപ്പണ എന്നിവിടങ്ങളിലെ 300ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. അരി, മുളക്, മല്ലിപ്പൊടി, പായസക്കിറ്റ്, പയർ തുടങ്ങി അവശ്യ സാധനങ്ങളടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത്. ചിതറ ഗ്രാമപഞ്ചായത്ത് അംഗം തുമ്പമൺതൊടി രാജൻ ഉദ്ഘാടനം ചെയ്തു. വഞ്ചിയോട്, കൊച്ചരിപ്പ, ഇടപ്പണ ആദിവാസി കോളനികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വഞ്ചിയോടും എടപ്പണയും കൊച്ചരിപ്പയും കൂടെ ചേർത്തുള്ള 170ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുകയുണ്ടായി. സംസ്ഥാനത്ത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദേശീയ ഉത്സവങ്ങളിലൊന്നാണ്, മലയാളിയുടെ ദേശീയ ഉത്സവമാണ് ഓണം. പണ്ടൊരു പഴമൊഴിയുണ്ട്, ഓണം വെച്ചാൽ കാണാൻ പറ്റും, ഓണം ഉണ്ണണം എന്നുള്ളതാണ്. ഇന്ന് നമ്മള് പണ്ടത്തെ പോലെ കർഷകർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കാതെ മാറി നിന്നപ്പോൾ കലപ്പയെടുക്കുന്ന കർഷകനെയും വയൽ പണിയുന്ന കർഷകനെയും നമുക്ക് കാണാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റും ഇത്തരം വനസംരക്ഷണ സമിതികളും ഒക്കെ വാരിക്കോരി ഓണക്കിറ്റുകളും മറ്റുമൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ എത്തിക്കുക. വഞ്ചിയോട് VSS പ്രസിഡന്റ് R ശശിധരൻ അധ്യക്ഷനായി. VSS ഡിവിഷൻ കോർഡിനേറ്റർ K വിജയകുമാർ സ്വാഗതം പറഞ്ഞു. VSS നാട്ടുകൽ പ്രസിഡന്റ് K ഉദയകുമാർ, VSS കൊച്ചരിപ്പ ഇടപ്പണ പ്രസിഡന്റ് സത്യരാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. VSS വഞ്ചിയോട് സെക്രട്ടറി G ജയകുമാർ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് VSSന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും സംഘടിപ്പിച്ചു. പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്ന ഓണാഘോഷ പരിപാടി ഗാന്ധിഭവൻ രക്ഷാധികാരിയും മുരളിയ ഫൌണ്ടേഷൻ ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സാമൂഹ്യ സാഹചര്യത്തിൽ മനുഷ്യന് നന്മ കുറഞ്ഞു വരുന്നതിനാലാണ് അഗതി മന്ദിരങ്ങൾ വർദ്ധിക്കുന്നതെന്ന് K മുരളീധരൻ പറഞ്ഞു. മാതാപിതാക്കളെ വാർദ്ധക്യ കാലഘട്ടത്തിൽ വൃദ്ധസദനങ്ങളിലാക്കുന്ന പുത്തൻ പ്രവണതയിൽ അദ്ദേഹം ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. ഗാന്ധിഭവനിലെ അന്തേവാസികൾക്ക് അദ്ദേഹം ഓണക്കോടികൾ വിതരണം ചെയ്തു. നിങ്ങളെ വന്ന് കാണണം, നിങ്ങളോടൊപ്പം ഓണം ഉണ്ണണമെന്ന് എനിക്ക് മനസ്സിൽ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിക്കാൻ കഴിഞ്ഞു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ അധ്യക്ഷനായി. മുരളിയ ഫൌണ്ടേഷൻ ചെയർമാൻ K മുരളീധരനെ പോലുള്ളവർ വർത്തമാന കാലഘട്ടത്തിന്റെ മനസാക്ഷിയാണെന്ന് പുനലൂർ സോമരാജൻ പറഞ്ഞു. സാംസ്കാരിക പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ രജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചലച്ചിത്ര താരം കൊല്ലം തുളസി മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PA സജിമോൻ, ഗോകുലം ഗോപകുമാർ, ഡോക്ടർ പീറ്റർ മാത്യു, തിരുവിതാംകൂർ സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി VM മോഹനൻപിള്ള തുടങ്ങി നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് ഗാന്ധിഭവൻ അന്തേവാസികളായ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അഞ്ചൽ പ്രിയദർശിനി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണപ്പുടവ വിതരണം സംഘടിപ്പിച്ചു. ഓണപ്പുടവ വിതരണം DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ബ്ലോക്ക് ഹൌസിംഗ് സൊസൈറ്റി അംഗം T രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി ചാമക്കാല പ്രഭാകരൻപിള്ള ഓണപ്പുടവകൾ വിതരണം ചെയ്തു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഞ്ചൽ ബദറുദ്ദീൻ, DCC അംഗം ARM ശശി, N വിനയചന്ദ്രൻ, P സീതികുമാർ, ശിവസ്വാമി അയ്യർ, M മണിക്കുട്ടൻ, K അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുനലൂർ RTO ഓഫീസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓഫീസിൽ പൂക്കളമൊരുക്കിയും ഓണസദ്യ വിളമ്പിയുമായിരുന്നു ആഘോഷങ്ങൾ. ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ KV മധുസൂദനൻ പിള്ളയുടെയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ NC അജിത് കുമാർ, B ഷാജി എന്നിവരുടെയും നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ. ന്യൂസ് ബ്യൂറോസ് പുനലൂർ, അഞ്ചൽ, പത്തനാപുരം, കടക്കൽ.